ഹായ്, നമ്മുടെ ടർക്കികൾ ഇപ്പൊ കൂട്ടിൽ തന്നെയാണ് കേട്ടോ. അവരെ പുറത്ത് അഴിച്ചു വിടാറില്ല. അവരിങ്ങനെ കൂട്ടിൽ അടച്ചിടാൻ നമുക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആശിച്ച് ചെറുപ്പത്തിൽ വാങ്ങിയ ഇവരെ നായ പിടിക്കുന്ന കാണാൻ ശക്തി ഇല്ല കേട്ടോ. എന്റെ പ്രിയപ്പെട്ട വൈറ്റ് ടർക്കി മെയിലിന് തെരുവ് നായ കടിച്ചത്. ഇപ്പൊ ഇത്രയും ഫീമെയിൽ ടർക്കിക്ക് ഈ ഒരു മെയിൽ മാത്രമേ ഉള്ളൂ. നായശല്യം പൊതുവെ കൂടുതലായി വരുന്ന കാരണം എല്ലാ ടർക്കിയും കൊടുക്കുക എന്ന് ഒരുപാട് വിഷമത്തോടെയാണെങ്കിൽ നമ്മൾ തീരുമാനിച്ചു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കഥയിലെ റോയൽ പാം എന്ന ടർക്കി മെയിലല്ല ഫീമെയിൽ ആണെന്ന് സത്യം തിരിച്ചറിയുന്നത്. ഇപ്പൊ കാണുന്ന മൂപ്പരാളുണ്ടല്ലോ, നമുക്കൊരു സർപ്രൈസ് തന്നിട്ടുണ്ട് കേട്ടോ. മൂപ്പരാൾ തന്ന സർപ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വേലിക്ക് ചുറ്റും കാട് പിടിച്ച സ്ഥലത്ത് ആള് ഒരുപാട് മുട്ടയിട്ടിരിക്കുന്നു. ഒരു ദിവസം മൂപ്പരാളെ രാത്രിയായിട്ടും കണ്ടു കിട്ടിയില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് ആളെ പിന്നെ കണ്ടത്. അന്ന് നമുക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടിയില്ല. ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ആളിവിടെ സ്ഥിരമായിട്ട് മുട്ടയിട്ടിട്ട് അടയിരിക്കുകയാണ്. ഇത്രയും മുട്ട ഒരുമിച്ച് കണ്ടപ്പോ എന്തായാലും ഇനിയിപ്പോ ഇവരെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു. സത്യം പറഞ്ഞ മൂപ്പരാള് മെയിൽ ടർക്കിയാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ടർക്കി ചേട്ടൻ തന്നത്. ഈ ടർക്കികളൊക്കെ ശരിക്കും പറഞ്ഞാല് ചെറുപ്പത്തില് മെയിൽ ഏത് ഫീമെയിൽ ഏതെന്നൊന്നും തിരിച്ചറിയില്ല കേട്ടോ. എന്തായാലും വെൽഡിങ് ചേട്ടനൊക്കെ വിളിച്ചിട്ട് നമുക്ക് കൂട് പണിയണം. മൂപ്പരാളെ വെൽഡിങ് ചേട്ടനെ വിളിച്ചിട്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു മാസത്തോളമായി. ആൾക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് നമ്മളെ ചിറ്റിക്കാന്നുള്ളത്. എന്തായാലും മൂപ്പരാളിപ്പോ വന്നിട്ടിപ്പോ കൂടൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. മുട്ടയിടുന്ന ടർക്കികൾക്കായിട്ട് മുകളിൽ കയറി നിന്ന് മുട്ടയിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ തണുവ് കാരണം ഇപ്പൊ മുകളിൽ മുട്ടയിടുന്നവരും ഇടാത്തവരൊക്കെ മുകളിൽ തന്നെ കയറിയിരിക്കും കേട്ടോ. എന്തായാലും അവരിപ്പോ സേഫ് ആയിട്ടുണ്ട്. നമ്മുടെ ഇനിയിപ്പോ മുട്ടയിടുന്ന ടർക്കിനെ മാത്രം നമ്മൾ പുറത്തയച്ചു വിട്ടിരിക്കുക കേട്ടോ. അതിന് മെയിനായ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവറ്റങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് അഴിച്ചു വിടുമ്പോഴാണ് ഇവർ കണ്ട സ്ഥലം നമ്മുടെ ഇവിടെ ഉണ്ടായാലും വെല്ലോന്റെ പറമ്പിൽ പോവലാണ് ഇവരെ സ്ഥിരം പരിപാടി. അങ്ങനെയാണ് നമ്മുടെ ഒരു മെയിൽ ടർക്കി നല്ലതിനെ ഈ നായ വന്ന് പിടിച്ചു കൊണ്ടുപോയത് കേട്ടോ. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഒരാളുള്ള കാരണം ആള് ഇവിടെ നിന്ന് ചുറ്റിയിട്ട് വേറെ എവിടേക്കും പോവില്ല. ഈ കൂടിന് ചുറ്റും മാത്രം നടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ 2 ടർക്കികളാണ് നമുക്ക് മുട്ടയിടുന്നത്. ഇപ്പൊ 2 ആളും പുറത്തുണ്ട് കുറച്ചു നേരത്തേക്ക്. പിന്നെ നല്ലവണ്ണം മുട്ട കിട്ടാൻ കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. എന്തായാലും ഒരു കാര്യം എടുത്ത് പറയേണ്ടതാണ്, ടർക്കി മുട്ട സൂപ്പർ ആട്ടോ, നല്ല ടേസ്റ്റ്.